കഴിഞ്ഞോ ഗംഗേ? കഴിഞ്ഞു ആന്റി. സുജാത മാഡം, കിച്ചണിൽ നിന്ന് ആ ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ നിരത്ത്. സുജാതെ, മാഡം, ഞാൻ ഉണ്ടാക്കിയത് വേറെ, ഗംഗ ഉണ്ടാക്കിയത് വേറെ. അങ്ങനെ വെവ്വേറെ ആയിട്ട് വേണം ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്യാൻ. ശരി മാഡം. വാ. അമ്മ ആന്റി വന്നു. എല്ലാം റെഡിയല്ലേ? റെഡിയായി മാഡം.
ഓക്കെ, എടുത്തോളൂ. വാ. അതെ, ഇതിലേതൊക്കെ ആരൊക്കെ ഉണ്ടാക്കിന്നൊന്ന് പറയാവോ? അല്ല, എന്റെ സഹധർമ്മിണി എന്താണോ ഉണ്ടാക്കിയത്? കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആരുണ്ടാക്കിയെന്ന് പറഞ്ഞാ പോരെ? ഓ, അതെ, അതങ്ങനെ മതി. ഓക്കെ, നോ പ്രോബ്ലം. ചിക്കനൊക്കെ കൽക്കരി പോലെ ഇരിക്കുന്ന. ഇത് പൊരിച്ചതോ കരിച്ചതോ? സംഗതി കൈവിട്ട ലക്ഷണം. അച്ഛ, വേസ്റ്റ് ബോക്സ് ഫില്ലാണോ? ആണല്ലേ. പുതിയൊരു ടേസ്റ്റ്. ഏതായാലും എന്റെ അഭിപ്രായം ഇപ്പോഴേ പറഞ്ഞേക്കാം, നോൺ വെജ് പോരാ, വെജിറ്റേറിയൻ ഒന്നാം തരം. എനിക്കെല്ലാം ഇഷ്ടമായി. ചിക്കൻ കരിഞ്ഞതും പൊരിഞ്ഞതൊക്കെ ആണെങ്കിലും ചിക്കൻ അല്ലെന്ന് കരുതി ഞാനങ്ങ് കഴിച്ചു. വെജിറ്റേറിയൻ ആരാ വെച്ചത്? വെജിറ്റേറിയൻ ഫുഡ് എന്റെ ആന്റി. ആണോ? അപ്പോ ഈ മത്സരത്തിൽ വിജയിച്ചത് നന്ദനാണ്. ഗംഗയുടെ കറികളൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നന്ദനയുടെ പ്രിപ്പറേഷൻ വളരെ നന്നായിരിക്കും, നല്ല ടേസ്റ്റ്. ചേച്ചി, ചേച്ചി എന്തു പറയുന്നു? നന്ദനയുടെ ഭക്ഷണത്തോടൊപ്പം ഗംഗയ്ക്ക് എത്താൻ പറ്റിയില്ല. ഗംഗയുടെ നോൺ വെജ് നന്നായില്ല. ഗംഗ, ഈ പാചകം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മനസ്സിലെടുക്കുന്ന അളവ് കയ്യിൽ വരണം, അതാണ് കൈപുണ്യം. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്നവളാ ഞാൻ, അല്ലാതെ പാചകക്കാരിയാവാൻ വന്നതല്ല.
തൃച്ചംബരത്തെ മൂത്ത മരുമകൾക്ക് പാചകം അറിയണമെന്നില്ല. അറിയണം, അറിഞ്ഞിരിക്കണം, അറിഞ്ഞേ പറ്റൂ. ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചാൽ ആന്റി തെറ്റിദ്ധരിക്കരുത്. ഉം. ആന്റി, ഇത്രയൊക്കെ പറയുന്ന ആന്റിക്ക് അറിയാവോ പാചകം ചെയ്യാൻ? എന്തിന്? ഒരു ചായ ഇടാനെങ്കിലും അറിയാമോ? എനിക്ക് പാചകം അറിയില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞ്? കൃഷ്ണേട്ടാ, എന്റെ പാചകത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ. ബിസിനസ്സിൽ എന്നതുപോലെ തന്നെ പാചകത്തിലും അഖില ഒന്നാമതാണ്. ഓ, വെജ് ആയാലും നോൺ വെജ് ആയാലും അഖില ഉണ്ടാക്കിയാൽ അത് അപാര ടേസ്റ്റ് ആയിരിക്കും. നാവ് ഇറങ്ങിപ്പോകുന്ന രുചിയാണ്. നളപാചകത്തെ വെല്ലുന്നതാണ് അഖിലയുടെ പാചകം. എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയായിരുന്നു. അമ്മയും അമ്മൂമ്മയും മുത്തശ്ശനും, എന്തിന് തറവാട്ടിലെ ആണുങ്ങൾക്ക് വരെ. ഒരിക്കൽ കൂടെ അഖിലയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കൃഷ്ണേട്ടാ, എന്തായാലും ഇന്നിങ്ങനെയൊക്കെയായി. ഇനി പറഞ്ഞല്ല അറിയേണ്ടത്, രുചിച്ചറിയട്ടെ. എന്റെ മക്കൾക്കും മരുമക്കൾക്കും കൂടി ഞാൻ തന്നെ 1-2 ഐറ്റം കുക്ക് ചെയ്യാം. അടിപൊളി. കുക്ക് ചെയ്തിട്ട് വരാന്ന് ആന്റി. ഞാൻ കുക്ക് ചെയ്ത് തീരുന്നവരെ ആരും എഴുന്നേറ്റ് പോകരുത്. ഇല്ല. മാഡം പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ ചെയ്തോളാം. അതൊന്നും വേണ്ട. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ എന്റെ പാചകമായിട്ട് മാറുന്നത്? രണ്ടുപേരും അങ്ങോട്ട് മാറി നിന്ന് കണ്ടാ മതി. ടവലെടുത്തു വരൂ.
ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും കഴിക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. ആ, ഞാൻ റെഡി. കൊണ്ടുവരൂ. എന്താ എല്ലാവരും നോക്കിയിരിക്കുന്നത്? കഴിക്കൂ. കല്യാണി, സുജാത, നിങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കൂ. കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം. ശരി മാഡം. ആ. ആനന്ദ്, അരവിന്ദ്, അമ്മയുടെ ഭക്ഷണം എങ്ങനെയുണ്ട്? ഇന്നേ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി പോയനെ. അത്രയ്ക്ക് ഗംഭീരായിട്ടുണ്ട്. ആ കല്യാണി, പാചകകലയിൽ കല്യാണിയുടെ 1ാം സ്ഥാനമൊക്കെ പോയിട്ടോ. ഇത്രയും രുചിയുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കാൻ ഈ ജന്മത്തിനെ കൊണ്ട് കഴിയില്ല. അങ്ങനെ സ്വയം ചെറുതാകണ്ട കല്യാണി. 2ാം സ്ഥാനം കല്യാണിക്ക് തന്നെ. സൗന്ദര്യ സമ്പത്തുള്ള പെണ്ണെ കെട്ടുന്നതിലല്ല, നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി നല്ല മനസ്സോടെ വിളമ്പി തരുന്ന പെണ്ണെ കെട്ടുന്നതാ പുരുഷന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഗംഗ, ഭക്ഷണം പാചകം ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് ഏതൊരു പെണ്ണിന്റെയും ഒരു വലിയ കുറവ് തന്നെയാണ്. കല്യാണിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാലോ. നീ കുറച്ചുനാൾ കല്യാണിയുടെ കൂടെ ചേർന്ന് നല്ലതുപോലെ പാചകം ചെയ്യാൻ പഠിക്കും.